പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് KSU നിയമസഭയിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നു. അവിടുന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഇപ്പോൾ കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നു. കേരളത്തിലുടനീളം യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും കേരളത്തിലുടനീളം ആഭ്യന്തര വകുപ്പ് ഒരു നാദമില്ലാത്ത കളരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സഹപ്രവർത്തകരെ തീവ്രവാദികളെ പോലെ മാനസികമായും ശാരീരികമായും ഷാജഹാൻ എന്ന് പറയുന്ന ഒരു ഇവിടത്തെ സർക്കാരിന്റെ അധികാരപരിധിക്കുള്ള തയ്യാറാകാതിരിക്കുന്ന ഗവൺമെന്റിന്റെ പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചാണ് KSU പ്രവർത്തകർ നിയമസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പലകുറി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡ് മറികടക്കാൻ മറിച്ചിടാൻ പ്രവർത്തകരുടെ ശ്രമമുണ്ടായി. പോലീസുമായി പലതവണ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി. പക്ഷേ പ്രവർത്തകരിപ്പോഴും പിരിഞ്ഞുപോകാൻ കൂട്ടാക്കിയിട്ടില്ല. ഇപ്പോൾ KSU നേതാക്കൾ സംസാരിക്കുകയാണ്. കെ മുരളീധരൻ ഒപ്പമുണ്ട്. കെ മുരളീധരനും കൂടി സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം പ്രവർത്തകർ പിന്മാറുമോ ഇല്ലയോ എന്നുള്ള കാര്യം കണ്ടറിയണം. എന്തായാലും പോലീസ് നേരെ കല്ലേറുണ്ടായി, പലതവണ കയ്യാങ്കളി ഉണ്ടായി, വാക്കേറ്റമുണ്ടായി. അതിനുശേഷം പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. സംഘർഷാത്മകമായ അവസ്ഥയാണ് ഇപ്പോഴും നിയമസഭയ്ക്ക് മുന്നിൽ നിലനിൽക്കുന്നത്. സനൂപുണ്ട്. സനൂപ്, നേതാക്കൾ ഇപ്പോൾ സംസാരിക്കുകയാണ്. ഇത് മാർച്ച് അവസാനിച്ചതുകൊണ്ട് സംസാരിക്കുകയാണോ അതോ നേതാക്കൾ സംസാരിച്ചതിന് ശേഷവും ഈ സംഘർഷാവസ്ഥ തുടരും എന്ന് തന്നെയാണോ കരുതേണ്ടത്? മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് അദ്ദേഹം സംസാരിക്കുകയാണ്. ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഏറെ ബഹുമാനപ്പെട്ട നേതാവ് കെ മുരളീധരൻ, ജില്ലാ KSU കമ്മിറ്റിയുടെ പ്രസിഡന്റ്, സംസ്ഥാന KSU കമ്മിറ്റിയുടെ ഭാരവാഹികൾ അടക്കമുള്ളവരെ, പ്രിയപ്പെട്ടവർ, സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നിവിടെ ഇത്തരത്തിലുള്ള ഒരു സമരവുമായിട്ട് കടന്നു വരാൻ ഉണ്ടായ സാഹചര്യം എല്ലാവർക്കും അറിയാം. കേരളത്തിലെ പോലീസ് പിണറായിയുടെ വാക്കും കേട്ട് കേരളത്തിലെ KSU പ്രവർത്തകരെ ഒരു പേപ്പട്ടി കടിച്ചു കീറുന്ന പോലെയാണ് കേരളത്തിലെ പോലീസ് KSU പ്രവർത്തകർക്ക് നേരെ പെരുമാറുന്നത്. ഇത്തരത്തിലുള്ള തെമ്മാടിത്തരവുമായി കേരളത്തിലെ പോലീസ് മുമ്പോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ ഒന്നേ പറയാനുള്ളൂ, ഇതൊരു താക്കീതോ വെല്ലുവിളിയോ ഒന്നുമല്ല, ഇത് ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടാണ്. നീയൊക്കെ കാക്കി ഊരി ആണിയിൽ തൂക്കി വെളിയിലിറങ്ങുമ്പോൾ നിന്നെയൊക്കെ കാത്ത് KSU പ്രവർത്തകർ വെളിയിലുണ്ടാവുമെന്ന് പറയാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നിന്നെയൊക്കെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടാണെന്ന് സംസ്ഥാന KSU കമ്മിറ്റിക്ക് വേണ്ടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. ഈ മാർച്ചിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി കടന്നു വന്നിരിക്കുന്ന കേരളത്തിന്റെ കരുത്തനായ KSU പ്രവർത്തകരുടെ വികാരമായ ഏറെ പ്രിയപ്പെട്ട നേതാവ് കെ മുരളീധരൻ അവർകളെ ഈ മാർച്ചിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സംസ്ഥാന KSU കമ്മിറ്റിയുടെ പ്രസിഡന്റ്, കേരളത്തിലെ വിദ്യാർത്ഥിപക്ഷ സമര പോരാട്ടങ്ങളുടെ നായകൻ ശ്രീ അലോഷ്യസ് സേവ്യറിനെ ഈ മാർച്ചിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജില്ലാ KSU കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ അടക്കം സംസ്ഥാന KSU കമ്മിറ്റിയുടെ ഭാരവാഹികൾ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഏറെ പ്രിയങ്കരനായ ഉദ്ഘാടകൻ, KPCCയുടെ മുൻ പ്രസിഡന്റ്, ഏറെ പ്രിയങ്കരനായ ശ്രീ കെ മുരളീധരൻ അവർകൾ, സംസ്ഥാന KSU കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ അരുൺ രാജേന്ദ്രൻ, ജില്ലാ KSU കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഗോപു നെയ്യാർ ഉൾപ്പെടെയുള്ള സന്നിധരായിരിക്കുന്ന കേരള വിദ്യാർത്ഥി യൂണിയന്റെ സമാനതരായ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വലിയൊരു പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. ഇതൊരു പോരാട്ടമാണ്, ഇതൊരു പ്രഖ്യാപനമാണ്. കേരള വിദ്യാർത്ഥി യൂണിയൻ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി സനൂപ്, നേതാക്കൾ അവിടെ സംസാരിക്കുന്നതിനിടയിലും അപ്പോൾ അപ്പുറത്ത് സംഘർഷം തുടരുക തന്നെയാണോ സനൂപ്? നമ്മുടെ KSUവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേശ് ആറ്റൂർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ കൈവിലങ്ങുകൾ അണിയിച്ചുകൊണ്ട് മുഖംമൂടി ധരിപ്പിച്ചുകൊണ്ട് കോടതിയിൽ കൊണ്ടുപോയി ഒരു രംഗം നമ്മൾ കണ്ടത് കേരളീയ മനസാക്ഷിയെ പ്രക്ഷോഭ പരിപാടിയിലേക്ക് പോകാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. നിലവിൽ ഇപ്പോൾ നേതാക്കളൊക്കെ വന്നതുകൊണ്ട് തന്നെ KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ കെ മുരളീധരന്റെ പ്രസംഗം കഴിഞ്ഞ ശേഷം മാത്രമേ എന്തായാലും അവർ ഈ ശക്തമായിട്ടുള്ള സമര രീതിയിലേക്ക് പോകുള്ളൂ. പക്ഷെ എന്തായാലും പോലീസും തയ്യാറായിട്ട് തന്നെയായിരുന്നു നിന്നത്. നേരത്തെ തന്നെ 10 മണിക്കാണ് ഈ പരിപാടി നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചത്. പക്ഷേ വൈകിയാണ് തുടങ്ങിയത്. എന്നാൽ പോലും ഒരു 11 മണി കഴിഞ്ഞ ശേഷം തന്നെ പോലീസ് നിയമസഭയ്ക്ക് മുന്നിലുള്ള റോഡ്
ബാരിക്കേഡ് കെട്ടി അടച്ചിരുന്നു. ഈ KSU മാർച്ച് അക്രമാസക്തമാകുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ 2 വരുൺ വാഹനമാണ് ഇവിടെ എത്തിച്ചത്. ജലപീരങ്കി വാഹനം 2 തന്നെ പോലീസ് ഇവിടെ എത്തിച്ചിരുന്നു. അപ്പം മാർച്ച് തുടങ്ങുന്ന ആ സമയത്ത് തന്നെ, അതായത് പ്രവർത്തകർ ഈ പ്രകടനവുമായി എത്തിയ അതേ സമയത്ത് ഈ ബാരിക്കേഡിന്റെ മുകളിൽ പ്രവർത്തകർ കയറി ഉടൻ തന്നെ മുന്നറിയിപ്പൊന്നും കൂടാതെ തന്നെ ആ പോലീസ് ജലപീരങ്കി അടിക്കുകയായിരുന്നു. അങ്ങനെ 4 വട്ടം ജലപീരങ്കി അടിച്ചു. പ്രവർത്തകർ അപ്പോഴും പിരിഞ്ഞു പോകാൻ തന്നെ തയ്യാറായിരുന്നില്ല. പോലീസ് നേരെ കമ്പ് വലിച്ചെറിയുന്നുണ്ട്, കല്ലൊക്കെ വലിച്ചെറിയുന്നുണ്ട്. ശക്തമായിട്ടുള്ള സമരവുമായിട്ട് നീങ്ങുന്ന ഘട്ടത്തിൽ നേതാക്കൾ വന്നപ്പോൾ അല്പം ശാന്തരായി എന്നുള്ളത് ഒഴിച്ചാൽ സമരം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. സമരം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഒരു ഭാഗത്ത് ഇപ്പോൾ നേതാക്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ സംസാരിക്കുന്നിടയിലും പ്രവർത്തകർ ഒരു ഭാഗത്ത് പിരിഞ്ഞു പോയിട്ടില്ല. നേതാക്കൾ പോയതിനു ശേഷമായിരിക്കും കൂടുതൽ പ്രതിഷേധമോ സമരമോ പ്രക്ഷോഭമോ വ്യാപിപ്പിക്കാനുള്ള നടപടികളിലേക്ക് പ്രവർത്തകർ കടക്കുക എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാലിപ്പോൾ കെ മുരളീധരൻ സംസാരിക്കുകയാണ്. പോലീസ് അതിക്രമങ്ങൾക്കെതിരെയാണ് KSU സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയമസഭാ മാർച്ച് നടന്നത്. പോലീസ് നേരെ കല്ലേറുണ്ടായി, പലതവണ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമങ്ങളുണ്ടായി. പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. കെ മുരളീധരൻ സംസാരിക്കുന്നില്ല ഇപ്പോൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ കെ മുരളീധരനെ സംസാരിക്കുന്നതിന് വേണ്ടി അലോഷ്യസ് സേവ്യർ അടക്കമുള്ള നേതാക്കൾ ക്ഷണിച്ചിരുന്നു. പക്ഷേ ഇതുവരെ മുരളീധരൻ സംസാരിച്ചിട്ടില്ല. പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴും പ്രകോപനപരമായ നടപടികൾ ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. മുരളീധരൻ സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ. അതിലേക്ക് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെ ഈ മാർച്ചിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട KSUവിൻ്റെ ഭാരവാഹികളെ, പ്രവർത്തകരെ, ഇന്ന് ഈ മാർച്ചിന് ആധാരമായ വിഷയങ്ങളെക്കുറിച്ച് ശ്രീ അലോഷ്യസും മറ്റ് ഭാരവാഹികളും ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി.